ഗലാത്യർക്ക് പൗലോസ് ലേഖനം എഴുതുക. ഈ ഗലാത്യയില് ഒരു സഭയല്ലായിരുന്നു, പല സഭയുണ്ടായിരുന്നു. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ കാണുന്നത് ഗലാത്യ സഭ എന്നല്ല, ഗലാത്യയിലെ സഭകൾക്കെന്ന. സഭകളോട്, അപ്പം സഭയോടല്ല, സഭകൾ ബഹുവചനമാണ്. അപ്പൊ ഗലാത്യയിൽ ഒരു സഭയല്ല, ഒന്നിലധികം ലോക്കൽ സഭകളുണ്ടായിരുന്നു. പൗലോസ് ഗലാത്യയിൽ യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്തതാണ്. ഗലാത്യയിൽ സഞ്ചരിച്ചു. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 23 ഒന്ന് വായിച്ചേ. അപ്പോൾ ഗലാത്യ ദേശത്തുമൊക്കെ പൗലോസ് സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്തയാണ്. ഈ ഗലാത്യ സഭയ്ക്ക് ഇതെഴുതാനുള്ള കാരണം ന്യായപ്രമാണവും കർമ്മമാർഗവും നീതിപ്രവൃത്തിയും വിശ്വാസത്യാഗവും ഇതിനെ ആസ്പദമാക്കിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക നമ്മൾ. ആ 2:20 വായിച്ചേ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടെ ഞാനും നിങ്ങളുമെല്ലാം ക്രൂശിക്കപ്പെട്ടിരിക്കുക. അങ്ങനെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവർ പൗലോസ് 5-ാം അധ്യായത്തിൽ പറഞ്ഞു, ജഡത്തെ രാഗമോഹത്തോടുകൂടെ ക്രൂശിക്കണം. രാഗവും മോഹവും ഇത് രണ്ടുകൂടെ ചേർത്ത് വേണം ക്രൂശയിൽ അടിക്കാൻ. ഇത് ഓരോ അടിയടിച്ച് നടക്കുക. ചിലര് മോഹത്തെ ക്രൂശിച്ചു, ചിലർ രാഗത്തെ ക്രൂശിച്ചില്ല. ചിലര് രാഗത്തെ ക്രൂശിച്ചു, മോഹത്തെ ക്രൂശിച്ചില്ല. ഇവർ തമ്മി ചേഴുത്തി അനിയത്തിയ. ഇപ്പൊ ചേഴുത്തിയെ ക്രൂശെ കയറ്റി രാഗം, മോഹം താഴെ എന്ന് പറയാ നഗമ ഇറങ്ങി വാടിയെന്ന്. അതാ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് മിണ്ടുന്നില്ല. അപ്പൊ ജഡത്തെ അതിന്റെ രാഗമോഹത്തോടു കൂടെ ക്രൂശിക്കണം. അങ്ങനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ 6-ാം അധ്യായത്തിന്റെ 14-ൽ പൗലോസ് പറയുകയാ, പിന്നെ നമ്മൾ പ്രശംസിക്കുന്നത് ക്രൂശിലാണ്. നമ്മുടെ രാഗം, മോഹം, ആശ, ഇച്ഛ, അഭിനിവേശം, തൃഷ്ണ, ആഗ്രഹങ്ങൾ, അതുതന്നെ തൃഷ്ണ, ഇതെല്ലാം ക്രൂശിക്കണം. നമ്മുടേതൊന്നും ഇനി വെളിപ്പെടരുത്. എല്ലാം അവിടുത്തെ ഹിതമേ നടക്കാവൂ. നമ്മളെല്ലാവരും ക്രൂശിച്ചെന്നും പറഞ്ഞാൽ ഈ നെടുക നടക്കുന്നത്. പക്ഷെ നമ്മുടെ സ്വഭാവവും നമ്മുടെ ഇഷ്ടമൊക്കെ നിറവേറ്റി നടക്കുന്നത്. യേശുവിൻ്റെ ദിവ്യ സ്വഭാവവും കർത്താവിൻ്റെ ഹിതവും ഒന്നും ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. കർത്താവ് നമ്മളെല്ലാം നോക്കി ചിരിക്കുക. എന്നാ ഇത് പറയാതിരിക്കണ്ടേ, ഞാൻ ക്രൂശിക്കപ്പെട്ടെന്ന് അതങ്ങ് നെടുക പറയുകയും ചെയ്യും. സ്തോത്രം. ആട്ടെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങളുടെ മുഖത്തിന് മ്ലാനതയുണ്ടാകുന്നു. 1-ാം അധ്യായത്തിന്റെ 8-ൽ 9-ാമത്തെ വാക്യത്തിൽ കണ്ടത്, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ, വിപരീതമായ സുവിശേഷം അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോസ്തലന്മാർ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ആരെങ്കിലും വേറൊരു സുവിശേഷം, കൊരിന്ത്യലേഖനത്തിലൊക്കെ വായിക്കുന്ന വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, മറ്റൊരു യേശു, ഇങ്ങനെയൊക്കെയാണ്. സ്തോത്രം. ഈ പൗലോസും പത്രോസും ഒക്കെ അറിയിച്ച സുവിശേഷം ഞങ്ങളുടെ കൊച്ചായി പറയും പോലെ നിർമ്മല സുവിശേഷമാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു മായവുമില്ല. അതിന് വിപരീതമായിട്ട് ആരേലും വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ഈ പൗലോസിന്റെയും പത്രോസിന്റെയൊക്കെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർത്ത് കാര്യം പറയുമായിരുന്നു. വാലിട്ട് സംസാരിക്കത്തില്ല, സംശയം ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കത്തില്ല. കാര്യങ്ങളെല്ലാം തീർത്ത. ഒരിക്കല് ഈ ഒരു നല്ല സദസ്സിൽ പൗലോസിനെ പ്രസംഗിക്കാൻ വിളിച്ചു.
ദ്രുസില്ലയും ഫെലിക്സും തത്തുല്യരായ നല്ല എന്തുവാ പറയുന്നത്, നല്ല ഒരു റോയൽ ഫാമിലീസ് ഉള്ളൊരു മീറ്റിങ്ങിനാണ്. ഞങ്ങളുടെ ഒരു അമ്മ പറമ്പിലെ ചൊക്കടായൊന്നുമില്ല, എല്ലാം റോയൽ ഫാമിലി. അങ്ങനെയുള്ളൊരു സദസ്സിൽ ചെന്നാൽ എങ്ങനെ ആയിരിക്കണം പ്രസംഗിക്കേണ്ടത്? സ്റ്റാൻഡേർഡ്. പക്ഷേ പൗലോസ് അവിടെ തീർത്ത് കാര്യം പറഞ്ഞേച്ചാ പോകുന്നത്. നിങ്ങളാണ്ട് 24 കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്ന് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായിട്ട് പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. അപ്പം സബ്ജക്റ്റ് എന്തുവാ? അവൻ നീതി. സബ്ജക്റ്റ് വിശ്വാസം. ക്രിസ്തുവേശുവിനുള്ള വിശ്വാസം. അതാ ആ വിഷയം പറയാനാ പൗലോസിനെ വിളിച്ചത്. പൗലോസിനോട് പറഞ്ഞു, പിന്നെ ദ്രുസില്ലായുണ്ട് എൻ്റെ സഹധർമ്മിണി, പിന്നെ ഫെലിക്സ്, പിന്നെ അങ്ങനെ അതുപോലുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹം ക്രിസ്തുവേശുവിനുള്ള വിശ്വാസം, നീ വിശ്വാസം പ്രസംഗിക്കണം. വിശ്വാസത്തിലുള്ള നീതീകരണമൊക്കെ ആണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. വിശ്വാസം അത് പ്രസംഗിക്കണം. കണ്ണടച്ചിരുന്നാൽ മതി, കാറ് കിട്ടും. ചുമ്മാ നിൽക്കുന്ന പെണ്ണുങ്ങളെ തെള്ളിയിട്ടാൽ മതി, വിടുതൽ നടക്കും. റൈറ്റ് നൗ എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ പെടൽ വെട്ടിക്കുമ്പം ചാടി. ഇതൊക്കെയല്ലേ വിശ്വാസം? വന്ന ഉടനെ 2 നില വീടും അതിന്റെ ചുറ്റുപാടും കെട്ടണം. വിശ്വാസം. ഞങ്ങൾ BMW കാറ് കിട്ടാനാ പ്രാർത്ഥിക്കുന്നത്. അത് പ്രസംഗിക്കണം. ബിസിനസ് നന്നായി വരണം. വിശ്വാസം. അപ്പോൾ ക്രിസ്തുവേശുവിനുള്ള വിശ്വാസമാ പ്രസംഗിക്കേണ്ടത്. പൗലോസിനെ വെളുത്തി പൗലോസ് പ്രസംഗം അങ്ങോട്ട് തുടങ്ങി. ക്രിസ്തുവേശുവിനുള്ള വിശ്വാസം പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ കേറി വരുന്ന വിഷയമാ. എന്തുവൊക്കെയാ പറഞ്ഞത്? എന്നാൽ അവൻ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സുവിശേഷമാ പൗലോസ് അറിയിച്ചത്. ഇതിന് വിപരീതമായിട്ട് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി, ഇതെല്ലാം സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നതാ. നീതിയോടെ ജീവിക്കണം, നീതിയോടെ ഇടപെടണം. നീതിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിൽ ഇടപെടരുത്. അത് സുവിശേഷത്തിൽപ്പെട്ട കാര്യമാണ്. സ്തോത്രം. ബ്ലേഡ് ആ പരിപാടി അത് ശരിയല്ല. ബ്ലേഡ് ശരിയല്ല. മറ്റുള്ളവനെ ചതിക്കുക അത് ശരിയല്ല. സ്തോത്രം. കാര്യങ്ങളെല്ലാം നീതിയോടെ വേണം ഇടപെടാൻ. മാതാപിതാക്കളെ സംരക്ഷിക്കത്തില്ല, ശരിയല്ല. ഞാനിത് കൂടെ കർക്കശമായിട്ട് പെന്തിക്കോസുകാരോട് പറയുന്ന കാര്യമാണ്. സഹോദരങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിലെ ഇടപാട് തീർക്കണം. അവരുടെ ഇടപാട് തീർക്കുകയല്ല, അതിന് നല്ല വിരുദ. അവൻ്റെ ഇടപാട് ഞാൻ തീർക്കുന്നുണ്ട്. ചേട്ടനോ അനിയനോ പെങ്ങൾക്കോ അനിയത്തിക്കോ സഹോദരങ്ങൾക്കോ വസ്തുവിന്മേലോ ഓഹരിയുടെ മേൽ എന്തെങ്കിലും കൊടുക്കാനുണ്ട്, അതെല്ലാം ക്ലിയർ ആയിരിക്കണം. സൂത്രം ഒന്നും ഒപ്പിക്കരുത്. സ്തോത്രം. മനസ്സിലാകുന്നില്ല. മനസ്സിലാകാഴിയ കൊണ്ടാണോ, സമയം പോയത് കൊണ്ടാണോ, അതോ എന്തോ വെട്ടിനകത്ത് എന്ന് വീണത് കൊണ്ടാണോ? പണ്ടൊരു വല്യപ്പൻ പറഞ്ഞപ്പോൾ അതിൽ കോടതിയുടെ മുഴക്കം കണ്ടാന്നോ, അപ്പൻ്റെ ഭാഷ മൈസ്രേട്ടമാൻ്റെ വായി പല്ലില്ലാത്ത കൊണ്ടാണോ എനിക്കെല്ലാം കുളുകുളാന്നാ തിരിഞ്ഞെന്ന്. 2 മണിക്കൂർ നന്നായിട്ട് വാദം നടന്ന പ്രതിഭാഗം വക്കീലും
വല്യപ്പൻ ബുദ്ധിമാനായിരുന്നു. അവസാനം മജിസ്ട്രേറ്റ് ചോദിച്ചു, പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതി? അന്നേരം പുള്ളി പറഞ്ഞതാ, കോടതിയുടെ മുഴക്കം കണ്ടാന്നോ, മജിസ്ട്രേറ്റിൻ്റെ വായിൽ പല്ലില്ലാത്ത കൊണ്ടാണോ എനിക്കെല്ലാം കുളുകുളാന്നാ തിരിഞ്ഞെന്ന്. അപ്പം അവർ മനസ്സിലായി ഇതിനെ പിടിച്ചിട്ടും വലിയ കാര്യമൊന്നും അല്ല. അങ്ങനെ അതുകൊണ്ടാണോ നിങ്ങൾക്ക് എൻ്റെ വായിൽ പല്ലില്ലെന്ന് തോന്നുന്നുകൊണ്ടാണോ, ഇതിൻ്റെ മുഴക്കം കൊണ്ടാണോ നിങ്ങളെല്ലാം നീതിയോടെ ജീവിക്കണം. എൻ്റെ പ്രിയരെ, നമ്മുടെ കയ്യിൽ അനീതിയുടെ ഒന്നും കാണരുത്, നിന്റെ കുടുംബത്തിനകത്തും കാണരുത്. ലാബാന്റെ വീട്ടിലെ ഗൃഹബന്ധം നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ സൂക്ഷിച്ച ലാബാൻ വരും. അവൻ അടുക്കളയിലും കയറും, ബെഡ്റൂമിലും കയറും. ചെല്ലി പറഞ്ഞില്ലേ, എന്നെ പാസ്റ്റേ ഞങ്ങളുടെ ബെഡ്റൂമിൽ കറക്കാൻ പറ്റില്ല, ഞാൻ രാത്രി ഞെട്ടുന്നു, അന്വേഷിക്ക് വല്ലതും ഉണ്ടോന്ന്, ബിംബം വല്ലതും അവിടെ ഇരിപ്പുണ്ടോന്ന്. എനിക്ക് എന്നാന്നറിയാമല്ലോ, ഞങ്ങളുടെ അടുക്കള കയറുമ്പോൾ അങ്ങ് ഏതാണ്ടൊക്കെ അങ്ങ് അസ്വസ്ഥതയാ. എന്നെ അസ്വസ്ഥത, ഞാൻ ഗ്യാസ് ഓഫാക്കാൻ മറക്കുന്നു. ഇപ്പോഴും എനിക്ക് ഞാനിവിടെ വന്നിരുന്ന പുറത്ത് ഓഫാക്കിയോന്ന് എനിക്കൊരു തന്നെ. എനിക്ക് അടുക്കള കയറുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എന്നാ നിന്നെ താജ് ഹോട്ടലിലോട്ട് കയറ്റാം, അവിടെ ചെല്ലുമ്പോൾ വല്ലതും തോന്നുവോ? സ്വന്തം അടുക്കള കയറിയിട്ട് ഒന്നും ചെയ്യാൻ താജ് ഹോട്ടലിലോട്ട് കൊണ്ടുപോകാന്ന്. അന്നേരം കഴിക്കാനോ കഴിക്കാതിരിക്കാനോ എങ്ങനെയും തോന്നുമോ? മനസ്സിലാകുന്നില്ല. ലാബാൻ അവകാശം പറയാൻ എന്തേലും അടുക്കളയിലോ ബെഡ്റൂമിലോ ഡൈനിങ് ഹാളിലോ സിറ്റിംഗ് റൂമിലോ എവിടെയും ഉണ്ടെങ്കിൽ സൂക്ഷം അവൻ അതിനകത്ത് കയറി തപ്പും. സ്തോത്രം. നീതിയോടെ ജീവിച്ചോണം. അപ്പൊ പൗലോസിന്റെ ശുശ്രൂഷകന്റെ നീതി, ഇന്ദ്രിയ ജയം, ഇതൊക്കെ സുവിശേഷത്തിലുള്ളതാ. ഇന്ദ്രിയ ജയം, ഇന്ദ്രിയങ്ങളെ ജയിക്കണം. 5 എണ്ണമാണ് ഇന്ദ്രിയ ജയം. ഏതൊക്കെയാ? കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക്. ഞാൻ ഒരു 6 അങ്ങാക്കുക. സാധാരണ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതെല്ലാം 5. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഞാനൊന്നുകൂടെ എടുക്കാം. വാക്ക്, സംസാരം. അത് ഇന്ദ്രിയമല്ല, ഞാനങ്ങ് ചേർത്ത് തരിക. ഇതിനെല്ലാം ജയിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. ഇന്ദ്രിയ ജയം. കണ്ണിനെ ജയിക്കണം. ആവശ്യമില്ലാത്തൊരു ഫോട്ടോ അല്ലെ ഒരു കാര്യങ്ങൾ കണ്ടു, അന്നേരം അത് കണ്ടുവിട്ടു, അതിനെ ജയിക്കണം. ആവശ്യമില്ലാത്തൊരു ഒരു കേൾവി അബദ്ധത്തിൽ കേട്ടു, അത് വിട്ടേക്കണം, ജയിക്കണം. സ്തോത്രം. ഇന്ദ്രിയം കർക്കശമായിട്ടുണ്ടായിരിക്കണം. അതെ, നമ്മുടെ ഈ ശരീരത്തിലെ ഈ ഷഡ്വൈരിയുടെ വിളയാട്ടം ഉണ്ടെന്ന. ഷഡ്വൈരി, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ, ഇത് ശരീരത്തിൽ വിളയാടും. അതിനെ ജയിക്കണം. അത് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ ഒക്കും. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ ഇതിനെ ജയിക്കണം. അപ്പൊ പൗലോസ് ഈ വിധത്തിലുള്ള ശുശ്രൂഷകളാ ചെയ്തത്. ഇന്ദ്രിയ ജയം, നീതി, വരുവാനുള്ള ന്യായവിധി, ഇതൊക്കെയായിരുന്നു പ്രസംഗം. സുവിശേഷം അറിയിച്ചപ്പോൾ യേശുക്രിസ്തു മാത്രം ദൈവം, അത് തീർത്ത് പറഞ്ഞു. മറ്റൊരുത്തനിൽ രക്ഷയില്ല, അതും തീർത്ത് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഇതിന് വിപരീതമായിട്ട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ഈ ദൈവമക്കളെ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. നമ്മുടെ ശാപമെല്ലാം കാൽവരി ക്രൂശിൽ യേശു ചുമന്നൊഴിച്ചു. അത് ശരിയാ, അതാണ് ശരി. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന നീയെ
ഇനി ഒരു ശാപവും വരത്തില്ല എന്ന് ചിന്തിക്കരുത്. പ്രമാണത്തിലും വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ വേറെ ശാപം വരും. സ്തോത്രം. 1-2 ശാപങ്ങള് ഇത് പെന്തിക്കോസുകാരോടാണ്. പെന്തിക്കോസുകാരെല്ലാം പറഞ്ഞ ശാപം എല്ലാം പെന്തിക്കോസുകാരും ബ്രദറുകാരും എല്ലാം പറഞ്ഞ് എല്ലാം തീർന്നു. ഞാൻ എതിർക്കുന്നില്ല. മുൻകാലത്തിലെ സകലതും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മുഴുവൻ ശാപങ്ങളും പാപങ്ങളും അവിടുന്ന് പരിഹരിച്ചു, എല്ലാം മാറി. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നീ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ വേറെ ശാപങ്ങൾ ഉണ്ടാകും. 1-2 എണ്ണം പറഞ്ഞങ്ങ് നിർത്താം. ഒന്ന്, ഈ വചനം കേട്ടിട്ടത് അനുസരിച്ചില്ലെങ്കിൽ ശാപം ഉണ്ടാകും. നിങ്ങൾ ആ യിരെമ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. യഹോവയെങ്കിൽ യിരെമ്യാവിനുണ്ട് അരുളപ്പാട്, ഈ നിയമത്തിന്റെ വചനങ്ങളെ നീ കേട്ട്, ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദാ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിപ്പീൻ. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട്, ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ എന്റെ ഒരു അഭിപ്രായം പറയാം. കൂടുതൽ ശാപം പെന്തിക്കോസുകാർക്കും ബ്രദറുകാർക്കും വരാനാ സാധ്യത. കാരണം നമ്മളെ 2 ഗ്രൂപ്പിനെ പോലെ വചനം ഏതാ, മറ്റവർക്കൊക്കെ ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യവും മാമൂലും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പരിപാടിയാ. നമുക്കിങ്ങനെയുള്ള കേസുകളൊന്നും ഇല്ല. നേരെ വാക്യം വായിക്കുക, ഉച്ചയ്ക്കടിക്കുക. നമുക്ക് മറ്റേ ചടങ്ങുകളൊന്നുമില്ലോ. ഇങ്ങനെ വിറപ്പിക്കുവോ, ഇങ്ങനെ കാണിക്കുവോ, ഇങ്ങനെ, അതൊന്നും നമുക്കില്ലല്ലോ. മറ്റുള്ളവർക്ക് അതിനൊക്കെ സമയം ഒത്തിരി പോകും. നേരെ നോക്കി നിൽക്കുക, കുറച്ചു നേരം തിരിഞ്ഞു നിൽക്കുക, അത് കഴിഞ്ഞിട്ട് കട്ടം വന്ന് മൂടുക. നിങ്ങൾ എന്നെ എടുക്കാന്ന് പോലും ഇവിടെ പരിപാടിയൊന്നും ഇല്ല. നേരെ വാക്യം വായിക്കുക, കാര്യം പറയുക. ബ്രദറൻ സഹോദരന്മാരാണെങ്കിൽ ഒരു വാക്യം എടുത്താൽ അത് കീറാവുന്നതിന്റെ പരമാവധി കീറും. നല്ലതാ. അത് പകത്ത് വിഭജിച്ച് എന്ത് കൃത്യമായിട്ടാണ് ചെയ്യുന്നതെന്നറിയാവോ, നല്ല കാര്യമാണ്. അപ്പൊ ഈ പെന്തിക്കോസുകാരും അങ്ങനെ തന്നെ നന്നായിട്ട് കാര്യങ്ങൾ പറയും. അപ്പൊ ഈ നമ്മൾ 2 ഗ്രൂപ്പുകാരെ പറ്റി അഭിപ്രായമുണ്ട്. ഇതുപോലെ വചനം അടുക്കടുക്കായിട്ട് പഠിപ്പിക്കുകയും വചനം പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വേറൊരു സംഘമില്ല. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ കൂടുതൽ ശാപം നമുക്കാ. എന്തുവാ അവിടെ എഴുതിയിരിക്കുന്നത്? ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾ കേൾക്കുന്നു, പക്ഷെ പലരും അത് അനുസരിക്കുന്നില്ല. ഈ കേൾക്കുന്ന വചനമെല്ലാം കേട്ടിട്ട് അനുസരിച്ചില്ലെങ്കിൽ ശാപമെല്ലാം കൂടെ വന്ന് കൂടുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്നാ ഞങ്ങൾ ഇനി അടുത്ത ആഴ്ച മുതൽ വരുന്നില്ല, വെറുതെ എന്തിനുള്ള ശാപമല്ല, എന്നാലും അനുസരിക്കാൻ താല്പര്യമില്ല. സ്തോത്രം. ഇത് കേട്ട് അനുസരിച്ചില്ലെങ്കിൽ ശാപമുണ്ടാകും. ഓടിച്ചു നിർത്താം. 2 ശാപം വരാനുള്ള രണ്ടാമത്തെ കാര്യം ഞാൻ അധികം വിവരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാ. അതാ യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ച. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എന്റെ കഴിവ് കൊണ്ട് ഇതൊക്കെ നേടി, ഞാനുള്ളത് കൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പോകുന്നു, ഞാനില്ലായിരുന്നേ കാണായിരുന്നു, അതെല്ലാം ശാപത്തിന് ഹേതുവാകും. ചിലരെ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? പാസ്റ്ററെ, ഞാൻ ഒരാളുള്ളത് കൊണ്ടാണ് ഈ വീടിങ്ങനെ
മിണ്ടുന്നില്ല. ഞങ്ങളുടെ അച്ചായന് ഒരു കഴിവും ഇല്ല, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. കഴിവുള്ളവനായിരുന്നേ നിന്നെ മട്ടാഞ്ചേരി പാലത്തിൽ നിന്ന് തള്ളി താഴെ ഇട്ടേനം. കഴിവില്ലാത്തത് കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. പൗലോസ് പറഞ്ഞ പോലെ പറ, എൻ്റെ ഭാഷ ഞാനാകുന്നത് കൃപയാല, ദൈവം തന്ന കരുണയാ, ദൈവം തന്ന കൃപയാ, ഇത് ദൈവത്താൽ സംഭവിച്ചതാ. ഭാര്യ ഭർത്താവ് അഭിപ്രായ വ്യത്യാസം വരുമ്പോ ചില സ്ത്രീകൾ പറയത്തില്ലേ, ഞാനില്ലായിരുന്നു, ഞാൻ കാണായിരുന്നു. ഉണ്ടോ? അത് പാടില്ല, അങ്ങനെ പറയരുത്. സഹോദരന്മാരും പറയാറുണ്ട്, ഞാൻ ഒരുത്തനുള്ളത് കൊണ്ടാ നീ ഇങ്ങനെ പറയരുത്. ജഡത്തെ തന്നെ ഭുജമാക്കി ആ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാ. എന്നെ കേൾക്കുന്നവര്, നമ്മുടെ ഒരു കഴിവുമല്ല, ദൈവത്തിന്റെ കരുണയാ. ദൈവം തന്ന ബലമാ, ദൈവം തന്ന ആരോഗ്യമാ, ദൈവം തന്ന ആയുസാ, ദൈവം തന്ന അവസരങ്ങളാ, ദൈവം തന്ന ആമ ചെയ്ത കരുണയാ. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. 2. 3, ശാപം വരാനുള്ള മൂന്നാമത്തെ കാരണം യെരമ്യാവ് തന്നെ 48-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. രക്തം ചൊരിയാതെ വാളടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവിന്റെ പ്രവൃത്തി ലാഘവ ബുദ്ധിയോടെ ചെയ്യരുത്. അലസത, മടി, ഉദാസീനത. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉഴപ്പിയ പ്രാർത്ഥന, ശാപം ഉണ്ടാകും. ഒരു പാട്ടേ പാടിയോളെങ്കിൽ നല്ല ഉഷാറോടെ പാടിക്കണം. ചിലപ്പം രോഗികളും അതുപോലെ അത്യാസന്ന നിലയിലുള്ളവർക്കൊക്കത്തില്ല. അവരുടെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. രോഗിയായി, ക്ഷീണതയായി, ക്ഷീണമുള്ള വ്യക്തിയായി ഒക്കത്തില്ല. ഒരു കുഴപ്പവും ഇല്ലാത്ത നീ ഉഴപ്പിയിരുന്നാൽ സൂക്ഷം ശാപം വന്ന് കയറും. ചിലരുടെ സ്തോത്രം ഹല്ലേലൂയ കേട്ടാൽ നമുക്ക് അവരോട് അങ്ങ് അനുകമ്പ, ദീനാനുകമ്പ തോന്നുക. ആ ഇരിപ്പം നോട്ടം കണ്ടിട്ടില്ലേ? സ്തോത്രം. അതേസമയം ഒരു വഴക്കുണ്ടാക്കട്ടെ, എന്തൊരണ്ണാക്ക, ഇന്നങ്ങ് അലറുക, കാറുക. ദൈവത്തിന്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യരുത്. ഒരു സ്തോത്രം പറഞ്ഞു, നല്ല പവറോടെ പറയട്ടെ, സ്തോത്രം. ശാപം വന്ന് കയറും. ഹല്ലേലൂയ നല്ല ശബ്ദത്തോടെ പറയണ്ടേ. ചെല്ലി പറഞ്ഞ ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂ. ഇതെല്ലാം ശാപം മേടിച്ച് കേട്ടുക. പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കൈക്ക് ദൈവം ബലം തന്നിട്ടില്ലേ? ശക്തിയോടെ, കൈത്താളത്തോടെ, അത്യുച്ചനാദമുള്ള അത്യാചരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുവിൻ, തപ്പോട്ടു കിന്നരങ്ങൾ വായിപ്പി. സത്യേശ്വരനു മുൻപിൽ നൃത്തം തുടങ്ങിടുവിൻ, തപ്പോടു കിന്നരങ്ങൾ വായിപ്പി. ഓ കൈത്താളനാദമുഴങ്ങിടട്ടെ, സാത്താൻ അടുങ്ങിടട്ടെ. ഓ കൈത്താളനാദമുഴങ്ങിടട്ടെ, സാത്താൻ അടുങ്ങിടട്ടെ. ഓ യാഗ്വേ സ്തുതിപ്പിനവൻ ശുദ്ധമമ്മിരൻ, ആഹ്വാനം ചെയ്തു ഘോഷിക്ക
ശബ്ദം മുഴങ്ങിടട്ടെ സാത്താൻ മുഴങ്ങിടട്ടെ ഹോസന്നാ സ്തുതിപ്പിനവൻ ശുദ്ധമന്ദിരത്തിൽ ആഹ്വാനം ചെയ്തു നൂതി ഘോഷിപ്പീൻ യാഹ്വേ സ്തുതിപ്പിനവൻ ശുദ്ധമന്ദിരത്തിൽ ആഹ്വാനം ചെയ്തു നൂതി ഘോഷിപ്പീൻ വൈകായ സവിധാന ഭംഗി പരിഗണിച്ചുമാകെ സ്വരാസ്തുതികൾ വൈകായ സവിധാന ഭംഗി പരിഗണിച്ചുമാകെ സ്വരാസ്തുതികൾ ഓ വൈകായ സവിധാന ഭംഗി പരിഗണിച്ചുമാകെ സ്വരാസ്തുതികൾ Praise the Lord. അപ്പോൾ ക്ഷാമം വരാനുള്ള മൂന്നാമത്തെ കാരണം യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ വിവരിക്കുന്നില്ല, ഒരു കാര്യം കൂടെ പറയാം. ഒന്നല്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. അങ്ങനെ ഉദാസീനതയോടെ ആരും വേല ചെയ്യരുത്. നല്ല തീക്ഷ്ണതയോടെ നിൽക്കണം, അനുഗ്രഹമുണ്ടാകും. നാലാമത്തെ ക്ഷാമം വരുന്ന കാര്യം പറയുന്നത് എല്ലാവർക്കും അത്ര സന്തോഷകരമായ ഒരു വിഷയമല്ല, എങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. മലാക്കി 3:9 പറഞ്ഞപ്പോഴേ മനസ്സിലായി. ദശാംശത്തിലും വഴിപാടിനും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവൻ തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകും. നിങ്ങൾ ശാപഗ്രസ്തരാ. ഇവിടെ ശാപം വരാനുള്ള കാരണം ദശാംശവും വഴിപാടും. അപ്പൊ ദശാംശം കൊടുത്തില്ലെങ്കിൽ അത് ശാപമാണ്. സ്തോത്രം സ്തോത്രം. ഞാന് ദശാംശത്തെ പറ്റി പ്രസംഗിക്കുന്നില്ല, കാരണം പുതിയ നിയമത്തിൽ ദശാംശമല്ല, ഓഹരിയ. സ്തോത്രം, ഓഹരിയ. നമ്മൾ ആർക്കായാലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇത് ദശാംശം ദൈവത്തിന് കൊടുക്കുക. ഇനി ഒരു അഗതിക്കോ സാധുവിനോ ദരിദ്രനോ കൊടുക്കുമ്പോൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ മനോദുഃഖത്തോടെ ചെയ്യരുതെന്നാണ്. സ്തോത്രം. അവന് ദരിദ്രന്റെ കാര്യമൊക്കെ ആ മേളിൽ പറഞ്ഞേക്കുന്നത്, നീ അവന് കൊടുത്തേ മതിയാകൂ, കണ്ണടച്ചിരിക്കരുത്, കൊടുത്തേ മതിയാകൂ. പ്രമാണമാ. കൊടുക്കുമ്പം ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. ഒരാൾക്ക് ഒരു ചായ കൊടുക്കുന്നെങ്കിൽ വ്യസനത്തോടെ കൊടുക്കരുത്. ഓ ഇവിടെ എനിക്ക് വൈ ഒന്നാതെ വൈ എനിക്ക് കൊടുക്കരുത്. ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുക, വ്യസനത്തോടെ കൊടുക്കരുത്, സന്തോഷത്തോടെ കൊടുക്കണം. നേരം പോയ നേരത്ത് വരികയും ചെയ്ത് കൂട്ടാനുമില്ല, എന്നാ ചെയ്യാൻ ഞാൻ ഒന്ന് കിടക്കാന്ന് ഓർത്തതാ. അല്ലേ ആ ചായൻ അങ്ങനെ വിളിക്ക്. പിന്നെ അങ്ങ് മുക്കുകയും മുരളുകയും ഞരക്കവും, നിന്റെ ആയുസ് രക്ഷപ്പെടുകയല്ല. ഞാനാന്തേലും നിങ്ങളാന്തേലും ആരാന്തേലും വ്യസനത്തോടെ കൊടുക്കരുത്, സന്തോഷത്തോടെ വേണം കൊടുക്കാൻ. അപ്പോൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ ശാപം ഉണ്ടാകും. 100 രൂപ കിട്ടുന്നയാള് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളെത്തുമ്പോൾ ചരിതിച്ച് കൃത്യം 10 കൊടുക്കണമെന്ന പഴയ നിയമ പ്രമാണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ 10 അല്ല, ഓഹരി. 6:6 അല്ലേ? ഒന്നുകൂടെ വായിച്ചോ. ഞാനത് ആ ഭാഗത്തേക്ക് പോയാൽ ഇന്നും നാളെയും പ്രസംഗിച്ചാൽ തീരുകയല്ല. അത് ഞാൻ പിന്നീട് ഒരിക്കൽ ക്ലാസ് എടുക്കാം. ഇപ്പൊ നിൽക്കട്ടെ. വചനം പഠിപ്പിക്കുന്നവൻ എങ്ങനെ പഠിക്കുന്നവൻ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നത്. സഭയിൽ വന്ന് ഉറങ്ങുന്ന പുള്ളി കൊടുക്കണ്ട, കാരണം പഠിക്കുന്നില്ലല്ലോ, ചുമ്മാ കുത്തിരുന്ന് ഉറങ്ങുക. നീ കൊടുക്കണ്ട, വെറുതെ വന്നിരുന്നു അവർ കൊടുക്കണ്ട.
വചനം ശ്രദ്ധിക്കാത്തവനും കൊടുക്കണ്ട. പക്ഷെ പഠിക്കുന്ന നീ പഠിപ്പിക്കുന്നവന് കൊടുക്കണം. അപ്പൊ ആർക്ക് കൊടുക്കണമെന്നാ? വചനം പഠിപ്പിക്കുന്നവന്. ചുമ്മാ ബഹളം ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കണ്ട. ആണ്ട് പറഞ്ഞ് 8 രൂപ കുട്ടന്റെ അമ്മയെ പട്ടി കടിച്ചു. മനസ്സിലാകുന്നുണ്ടോ? എന്തുവാ നമുക്കൊന്നും പിടിയിട്ടില്ല. 8 രൂപ കുട്ടന്റെ അമ്മയെ പട്ടി കടിച്ചു, ഒന്നും കൊടുക്കണ്ട. വചനം പഠിപ്പിക്കുന്നവന് പഠിക്കുന്നവൻ പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. പുതിയ നിയമത്തിൽ ഓഹരിയാ, പഴയ നിയമത്തിൽ ആ ദശാംശം. യഹൂദനോട് ബന്ധപ്പെട്ട് പറയാ ദശാംശം കൊടുത്തില്ലേ ശാപമാ. അപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോഴോ അയ്യോ, ഒരു കാര്യം ഇവിടെ പറഞ്ഞങ്ങ് നിർത്താം, അതായിരിക്കും നല്ലത്. ഈ കൊടുക്കാൻ താമസിച്ചാലോ, ഒരു മാസം അല്ലെ ഒരാഴ്ച കൊടുക്കാൻ ഒത്തില്ല. അതാരാ പറഞ്ഞേ? കൊടുക്കാൻ താമസിച്ചാൽ കഴിഞ്ഞ മാസത്തെ ദശാംശം സ്വന്തം കാര്യത്തിനെടുത്ത് ചെലവാക്കി, പിറ്റേ പ്രാവശ്യം 5-1 കൊടുക്കണം, ഫൈനാ. കുഴഞ്ഞു. വായിച്ചേ നിങ്ങളെ ലേവ്യ പുസ്തകം അതിൻ്റെ 27-ാം അധ്യായം. ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിച്ചേ. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ബലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകും. അതൊക്കെ യഹോവയ്ക്കുള്ളതാ കേട്ടോ. നിലത്തിലെ വിത്തില് ചേന, ചേമ്പ്, കാച്ചില്, കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കപ്പ, സകലതും. കാച്ചില് നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലം. തേങ്ങ, ചക്ക, മാങ്ങ, ഫ്രൂട്ട്സ്, പേരക്ക വരെ, ഓറഞ്ച്, നെല്ലിക്ക, ഓലോലിക്ക, റൂബിക്ക, ഗൂസ്ബെറി, റംബുട്ടാൻ, എല്ലാം. റംബുട്ടാനും ഒക്കെ കൊണ്ടുവരണം. കാരണം പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെക്കണം. ഞാനിപ്പോ എഴുതിയതല്ല, നിങ്ങളുടെ ഇപ്പൊ കണ്ട് ഞാൻ പുള്ളി അവിടെ ഇരുന്ന് അതാ എഴുതിയെന്ന് ഒന്നുകൂടെ വായിച്ച ശിവപാസ്റ്റർ. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാ. 10 തേങ്ങ നിന്റെ വീട്ടിലിട്ടെങ്കിൽ 1 തേങ്ങ പൈത്തോമിൽ എത്തിക്കണം, കുറഞ്ഞത്. 2 കൊടുക്കുന്നതാണ് നല്ലത്. പാസ്റ്റർക്കെട്ടല്ല, അല്ലെങ്കിലും കുറെ നാളായിട്ട് ചിന്തിക്കുക, പുള്ളിക്കെട്ട് 2. സ്തോത്രം. ഒരു ഏത്തവാഴ നട്ടു, ഒരു ഏത്തക്കൊല, നല്ലൊരു ഏത്തക്കൊല, കായ എണ്ണി തിട്ടപ്പെടുത്തിച്ച് കൃത്യം പെയ്ത്തോമിലെത്തിക്കണം. സ്തോത്രം. ഈ ഇപ്പോഴല്ല, പണ്ടൊക്കെ പെന്തിക്കോസുകാര്, ഇപ്പോഴത്തെ രീതികളൊക്കെ വ്യത്യാസമായി. പണ്ടൊക്കെ പെന്തിക്കോസുകാരുടെ വീടുകളിലെ കല്യാണമൊക്കെ നടന്നാൽ, ഇപ്പോഴല്ല പണ്ട്. അപ്പൊ അന്നൊക്കെ, ഇപ്പോഴല്ലേ കേറ്ററിംഗുകാർക്ക് കൊടുക്കുന്നത്, ഉടമ്പടി കൊടുക്കുക. പണ്ട് അങ്ങനല്ല, വീടുകളിൽ തന്നെ പന്തലും പാചകക്കാരെയൊക്കെ വിളിച്ച. അപ്പൊ അന്നൊക്കെ കല്യാണത്തിന് മുമ്പ് ചന്തയിൽ പോകും പലചരക്കെടുക്കാൻ. അപ്പൊ ചന്തയിൽ പോയി, കുട്ടനാട്ടിലൊക്കെ ആണ് വള്ളത്തിലാണ് കൊണ്ടുവരുന്നത്, കിഴക്കൻ നാട്ടിലാന്ന് കാളവണ്ടി, അല്ലെ വലിവണ്ടി, കാളവണ്ടി. അപ്പൊ അതെല്ലാം കൊണ്ടുവന്ന് വീട്ടിലോട്ട്, ആ പാചകപ്പരയിലോട്ട് ഇറക്കുമ്പം വീട്ടിലെ അമ്മ, പ്രായമുള്ള അമ്മ വന്ന് ഒരു വലിയ മുപ്പറക്കൊട്ടയ്ക്കകത്ത് ഇതിൻ്റെ എല്ലാം വിഹിതമെടുക്കും. കടുക്, ജീരകം, ഉലുവ, കാപ്പിപ്പൊടി, ഇടിച്ചതും പൊടിച്ചതും, പഞ്ചസാര, ചക്കര, കരിപ്പെട്ടി, മുളക്, മല്ലി എന്ന് വേണ്ട അവിടെ കൊണ്ടുവന്ന് സകലത്തിൻ്റെ ഒരു വിഹിതമെടുത്ത് ഒന്നേൽ അപ്പൻ്റെ തലയിൽ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പിള്ളേരുണ്ടെ അവരുടെ പെയ്ത്തോമിലോട്ട് കൊടുക്കാൻ പറയും.
സ്തോത്രം. സ്തോത്രം. ആരോട് പറയാൻ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഒരു കുഴപ്പം വന്നിട്ടുമില്ല, വരികയില്ല. ആമേൻ. കാരണം ഇത് ദൈവം വെച്ച വ്യവസ്ഥയായത്, ഇത് പ്രമാണമാ. അപ്പൊ ഇത് യഹോവയ്ക്കുള്ളതാ. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. അടുത്തത്, ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു, ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വരുമ്പോ ഫൈനാ. നീ അധികം അടിച്ചു മാറ്റുകയാണെങ്കിൽ പിന്നെ വരുമ്പോ 1/5 ചേർത്ത് കൂട്ടി കൊടുക്കണം, ഫൈൻ കൊടുക്കണം. സ്തോത്രം. ഞാന് ദശാംശത്തെ പറ്റി ഇനി പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ ഓർക്കും, പുള്ളിയുടെ സ്വഭാവം മാറുന്നുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ. സ്തോത്രം. ശാപം ഉണ്ടാകരുത് ആർക്കും. കൃത്യമായിരിക്കണം കാര്യം. ദശാംശത്തിലും വഴിപാടിലും നിങ്ങൾ തോൽപ്പിക്കുന്നു, അത് ശാപമാണെന്നാ തിരുവചനം. ഇനി ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ ശാപം വരാൻ 15-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഒരു 12 കൂട്ടം കാര്യം ശാപം, 12 ശാപം. ആവർത്തനം 27-ന്റെ 15 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ 12 ശാപം. ഓടിച്ചു വായിച്ചു. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും, ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി, വല്ല വിഗ്രഹത്തെ കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടു. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് രഹസ്യമായി വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കി പ്രതിഷ്ഠിക്കുകയോ ആരാധിക്കുകയോ ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ അവന് ശപിക്കപ്പെട്ടവൻ. മാതാപിതാക്കളെ പരാജയം നിന്ദിക്കുകയും അവര് ഗുണം പിടിക്കൽ ഇവര് കാരണമാണ് ഞങ്ങൾ കിടന്ന് കൊടയുന്നത്, ഈ തന്തയൊരുത്തന, ഈ തള്ളയൊരുത്തിയ എന്ന് പറഞ്ഞാൽ നിനക്ക് ശാപം ഉണ്ടാകും. അങ്ങനെ പറയുന്ന പിള്ളേരുണ്ട്. എന്റെ ഭാഷ, എന്റെ തന്ത ഒറ്റ ഒരുത്തനാ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കൊടയാൻ, നിനക്ക് ശാപം ഉണ്ടാകും. ഈ തള്ള ഒറ്റ ഒരുത്തിയ, അങ്ങനെ പറഞ്ഞാൽ ശാപം ഉണ്ടാകും. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂട്ടുകാരന്റെ അതിര് നീക്കുന്നവൻ, അയ്യോ അതിര് മാന്തി നീ ശപിക്കപ്പെട്ടവനാ. എന്നും കല്ല് മാറ്റാ, ഇവിടെ കിടക്കുന്ന കല്ല് അങ്ങോട്ടിട്ട് ശാപം ഉണ്ടാകും. എപ്പോ നോക്കിയാലും പുള്ളി അതിരെ കാണും. അച്ഛൻ എന്ത് ചെയ്യാ കണ്ട അതിരെ നോക്കിക്കേ, ശാപമാ. കൂട്ടുകാരന്റെ അതിര് നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവൻ അറിയത്തില്ല, അവന് നേര് പറഞ്ഞു കൊടുക്കണം. ആത്മീക കുരുടുള്ളവരുണ്ട്, അവർക്ക് വചനത്തിന്റെ അവൻ സത്യം പറഞ്ഞു കൊടുക്കണം. നീ വചനം തെറ്റിച്ച് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവന്. സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല. അടുത്തത്, പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടു. അയ്യോ അത് ശാപമാ. പരദേശി അനാഥനെയും വിധവയെയും ന്യായമായിട്ട് ഇടപെട്ടോണം. അവർക്ക് ആരുമില്ല, പരദേശിയാ, അവനിവിടെ ബന്ധമോ ഒന്നുമില്ല, അവനെ പീഡിപ്പിക്കരുത്. അനാഥൻ, അവനും ആരുമില്ല. വിധവ, അയ്യോ അവരോട് ന്യായമായിട്ട് ഇടപെട്ടില്ലേ നിനക്ക് ശാപം ഉണ്ടാകും. അടുത്തത്, അപ്പന്റെ ഭാര്യയോട് കൂടെ ശയിക്കുന്നവൻ അപ്പന്റെ വസ്ത്രം നീങ്ങിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ, നീക്കിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ. അടുത്തത്, മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മൃഗത്തോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പട്ടിയം കൂടെ ഇട്ട് കട്ടിലേ കിടക്കുക. 2 പൂച്ച ഏടവും വല്ലോ, ഇത് 10,000 രൂപയുടെ പൂച്ചയാ. കുസി നിന്റെ കുസി. ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടത് ആ വാക്യം ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ബ്രൂണോ കട്ടില്
അടുത്ത വാക്യം വായിക്ക്. അപ്പന്റെ മകളോ അമ്മയുടെ മകളോ അപ്പന്റെ മകളോ അമ്മയുടെ മകളോ സഹോദരിയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ അടുത്തത്. അമ്മാവി അമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ അടുത്തത്. കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ അവൻ അറിയുന്നില്ല നീ ഓർപ്പിടെ വെച്ചത് നിനക്ക് ശാപം ഉണ്ടാകും. അവൻ അറിയുന്നില്ല നീ തന്ത്രം ഒപ്പിച്ചു വെച്ചത് നിനക്ക് ശാപം ഉണ്ടാകും. അടുത്തത്. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇതൊക്കെ ശാപത്തിന്റെ വിഷയങ്ങളാ. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്ന് നിനക്ക് 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ കൂമ്പാരം തരിക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കാർക്ക് ശാപം ഉണ്ടാകരുത്. വചനം കേൾക്കുകയല്ല, അനുസരിക്കണം. ഉദാസീനതയോടെ വേല ചെയ്യരുത്, തീക്ഷ്ണതയോടെ വേല ചെയ്യണം. ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറരുത്. മഹത്വം ദൈവത്തിന് കൊടുക്കണം. കിട്ടുന്നതിലെല്ലാം കർത്താവിന് ഓഹരി കൊടുക്കണം. അനുഗ്രഹം നിശ്ചയമായിട്ടും നിനക്കും നിന്റെ സന്തതിക്കും ഉണ്ടാകും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും പ്രാർത്ഥിക്കാം. ജീസസ്. ഓ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. നിത്യതയിൽ നിന്നും അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നും അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നിൻ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ.